കലിക ജ്യോതിഷൻ്റെ പ്രണാമം. ഞാൻ നാടെത്തി. നാട്ടിലെത്തി കഴിഞ്ഞു. എൻ്റെ ചങ്കുകളൊക്കെ ഇന്ന് രാവിലെ ചോദിച്ചു. ഇന്നലെ രാത്രി ഞങ്ങളുടെ ചങ്ക് സാറ് അവിടെ നിന്ന് പുറപ്പെട്ടോ, ഞങ്ങളൊക്കെ ഉറങ്ങിപ്പോയല്ലോ. ഞങ്ങളെ രാവിലെ അന്വേഷണം തുടങ്ങി. ചങ്കുകൾ ഇപ്പം ഞാൻ വീഡിയോ ഇട്ടില്ലെങ്കിൽ ഇനി ചങ്കുകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കും. ദയവ് ചെയ്ത് ഞാനിവിടെ നാട്ടിലെത്തി. ഞാൻ ഇന്ന് രാവിലെ 3:50 ഞാനിവിടെ എത്തി. തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. സുഖമായിട്ട് തന്നെ ഇവിടെ എത്തി. വേറെ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു. വളരെ ഹാപ്പി ആയിട്ട്. അത് കലിക ജ്യോതിഷൻ ആദ്യമേ പറയുമല്ലോ, പറയണതേ ചെയ്യൂ, ചെയ്യണതേ പറയുള്ളൂ. ഇന്നാളെ ആരോ പറയണുണ്ട്, സാറ് പറഞ്ഞാൽ സാർ ഇവിടെ എത്തും, 5-ാം തീയതി സാർ ഇവിടെ എത്തുമെന്ന് പറഞ്ഞാൽ സാർ ഇവിടെ എത്തും. ഇല്ലെങ്കിൽ സാറിന് അതിനുള്ള ഇതുണ്ട്, ഓറയുണ്ട്. അത് സാറ് ഭഗവാന്റെ അടുത്ത് പറഞ്ഞെങ്കിൽ ഇവിടെ എത്തിക്കും. അത്ഭുതം തന്നെയാണ് എന്ന് ഒരുപാട് പേര് വോയിസ് മെസ്സേജൊക്കെ അയച്ചു. അതായത് 4-ാം തീയതി ആണെങ്കിൽ പോലും സാറ് ടിക്കറ്റ് മാറ്റിയില്ല, ടിക്കറ്റ് ക്യാൻസൽ ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. 21-ാം തീയതി തൊട്ട് 5-ാം തീയതി വരെ ദുബായിൽ, 5-ാം തീയതി രാത്രി അവിടെ നിന്ന് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു. അതുപോലെ സാർ അവിടെ നിന്ന് തിരിച്ചു. അത് സാറ് പറയുന്നത് തന്നെയാണ് ലോകം കാണുന്നത്. ഇതാണ് ദിവസം പ്രതി സാറിനോട് ഞങ്ങൾക്കുള്ള വിശ്വാസം. അപ്പോൾ വളരെ സന്തോഷമാണ്. ഇങ്ങനെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ കൂടെ പറഞ്ഞേ ഉള്ളൂ. ഇനിയിപ്പോൾ ചങ്കുകൾ ഇപ്പോഴും വിളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എല്ലാം സാറെത്തിയോ, സേഫാണോ എന്നുള്ള ഒരു ചങ്കൊന്നും അല്ല, ഇഷ്ടം പോലെ ചങ്കുകളല്ലേ. അതായത് 4 മൊബൈലുണ്ട്. ഈ 4 മൊബൈലിലും മെസ്സേജ് വരക്കം തന്നെ. ഇതൊന്നും എനിക്ക് എഴുതാത്തവരൊക്കെ ഒന്ന്, റിപ്ലൈ തരാത്തവരൊക്കെ ഒന്ന് വിചാരിച്ചോളാം. ഞാൻ രാവിലെ കിടന്ന് ഉറങ്ങി. അവിടെ ഇന്നലെ ഫ്ലൈറ്റിൽ വന്നതല്ലേ, ഉച്ചയ്ക്ക് 1 മണി വരെ കിടന്ന് ഉറങ്ങി. എന്നിട്ടാണ് ഓഫീസിലൊക്കെ പോയത്. പിന്നെ കുറേ തിരക്കും കാര്യങ്ങളുണ്ടായിരുന്നു. ഒരുപാട് പേര് അപ്പോയിൻമെൻറ്റ് എടുക്കാനുണ്ടായിരുന്നു. നമ്മുടെ എറണാകുളം, പാലക്കാട്, കോഴിക്കോട്, തിരുവനന്തപുരം, അപ്പോൾ ഇത്രയും സ്ഥലങ്ങളിലാണ് കുറേ അപ്പോയിൻമെൻറ്റ് വന്നാൽ പിന്നെ ഒരു 3-4 ദിവസം ഭയങ്കര തിരക്കായിരിക്കും. പിന്നെ ഇനിയിപ്പം നാളെ മുതൽ പൂജകൾ തുടങ്ങും. പിന്നെ 12-ാം തീയതി വരെയും പൂജയാണ്. 13 ഉച്ച. അതിനിടയ്ക്ക് ഉച്ചയ്ക്ക് ഇവിടുത്തെ തിരുവനന്തപുരത്തുള്ള ചങ്കുകൾക്ക്, തിരുവനന്തപുരം അല്ല, പത്തനംതിട്ട വരെ ഉള്ളവരും തിരുവല്ല വരെ ഉള്ളവർ ഇവിടെ വരും തിരുവനന്തപുരത്ത്. അപ്പോൾ ആ ചങ്കുകൾക്കൊക്കെ ഇത് കൊടുക്കണം. അത് 12:30-ക്ക് ശേഷം അപ്പോയിൻമെൻറ്റ് കൊടുക്കും. അല്ലാതെ കൊടുക്കാനില്ല. അതിനുവേണ്ടിയാണ് കേരളവതിയുടെ പ്രോഗ്രാം പോലും മതിയാക്കിയത്. അവരും വിളിച്ചുകൊണ്ടിരിക്കണം, സാറ് പ്രോഗ്രാം റീസ്റ്റാർട്ട് ചെയ്യണമെന്ന്. അപ്പോൾ ഇവിടുത്തെ ചങ്കുകളൊക്കെ പ്രയാസം വരും. അതായത് അവർക്ക് തിരുവനന്തപുരത്ത് കൺസൾട്ടിങ് കിട്ടുന്നില്ല. നേരെ പിന്നെ മിക്കവാറും ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ഷൂട്ടായിരിക്കും പൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ സമയം കിട്ടില്ല. അതുകൊണ്ടാണ് ആ ഷൂട്ട് മതിയാക്കിയിട്ട് ചങ്കുകളുടെ പ്രയാസം തീർക്കാൻ വേണ്ടി 12:30 മുതൽ ഒരു 2 മണി വരെയുള്ള അപ്പോയിൻമെൻറ്റ് കൊടുക്കും. എല്ലാ ചങ്കുകളും 12:30-ക്ക് കാണാൻ വന്നാലേ പറ്റുള്ളൂ, കാണണമെന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക്. പിന്നെ വന്നിട്ട് അപ്പോയിൻമെൻ്റൊക്കെ എടുത്തിട്ട് വരണം. ആരും അപ്പോയിൻമെൻറ്റ് എടുക്കാതെ വരരുത്. പിന്നെ ഞാൻ എറണാകുളം ഓഫീസിൽ 14-ാം തീയതി കാണും, പാലക്കാട് 16, കോഴിക്കോട് മാർച്ച് 18. അപ്പം ഞാൻ ഫ്ലൈറ്റ് അത്ര ഷാർപ്പായിട്ട് പറയാൻ കാര്യം ഇതൊക്കെ മുങ്ങിപ്പോയ പ്രോബ്ലമാണ്. എൻ്റെ എല്ലാ ചാർട്ടുകളും ഷെഡ്യൂൾഡ് ചെയ്തതാണ്. പിന്നെ ഇനി ഏപ്രിൽ 4-ാം തീയതി മുതൽ ഏപ്രിൽ 17-ാം തീയതി വരെ അവിടെ കാണും. അതിന് യുദ്ധമല്ല, എന്ത് നടന്നാലും ഞാൻ അവിടെ എത്തും. അതെൻ്റെ ഒരു രീതിയാണ്. അതുകൊണ്ട് ആദ്യമേ എല്ലാം തീരുമാനിക്കും. അതുപോലെ തന്നെ ഭഗവാൻ നടത്തിത്തരും. ഇന്നൊക്കെ ഇതുവരെ അങ്ങനെ ഒരു പ്രയാസങ്ങളൊന്നും തന്നിട്ടില്ല. നമ്മുടെ സത്പ്രവർത്തികളാണ്. ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാരുടെ പ്രാർത്ഥനയുണ്ട്. എല്ലാവരും അല്ല, അവശത ഏറ്റവും കൂടുതൽ. മഹാദേവൻ പറയും, ദോ കാണുന്ന അവർക്ക് അവശതയുണ്ട്, നീ അവരെ സഹായിക്കൂ. അവരാര് തന്നെ ആയിക്കോളും, ഭഗവാൻ അങ്ങനെ പറഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ ചെയ്യും. അത് ഏത് ജാതി മത ഭേദമന്യേ എല്ലാവർക്കും എന്നെ അറിയാം. എത്രയോ പേർക്ക് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അവരുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടല്ലോ. ഞാൻ അമ്പലത്തിലും പള്ളിയിലും ഒന്നും കൊടുക്കാറില്ല. ഞാനെല്ലാം എൻ്റെ സഹജീവികൾ കഷ്ടത അനുഭവിക്കുന്ന, ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന കള്ളനാണയങ്ങളല്ല, കള്ളനാണയങ്ങൾക്കൊന്നും കൊടുക്കില്ല. അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇല്ലേ പിന്നെ ഞാൻ കാര്യങ്ങൾ മുൻകൂട്ടി പ്രവചിക്കുന്ന ഞാൻ എന്തിനാ അങ്ങനെ ഇരിക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് കള്ളനാണയത്തിനൊന്നും കൊടുക്കില്ല. ശരി ആണ് എന്നുള്ള കള്ളക്കരച്ചിലുകളും എൻ്റെ മുമ്പ് കാണാൻ പറ്റില്ല. ആരെങ്കിലും കള്ളക്കരച്ചിൽ കരയണമെങ്കിലും ഞാൻ വഴക്ക് പറയും. അതൊന്നും പറ്റില്ല. സത്യം എന്താണെന്ന് എനിക്കറിയാം. ഞാൻ അതുപോലെ അവരെ സഹായിക്കും. ഇനി അതിൻ്റെ സത്യം സഹായിച്ചിട്ട് ഇനി എന്തെങ്കിലും കുരിശ് ചുമക്കേണ്ടി വന്നാലോ അത് നമുക്ക് വിഷയമില്ല. എല്ലാവരെയും സഹായിച്ചിട്ടാണല്ലോ അങ്ങനെ സംഭവിച്ചതെന്ന് നമുക്കറിയാം. അതാണ് അതിൻ്റെ ഒരു രീതി. പിന്നെ മഹാദേവൻ ഇതൊന്നും വിഷയമുള്ള കാര്യമല്ല. ഭഗവാൻ ആദിയോഗിയാണ്, പ്രപഞ്ചത്തിൻ്റെ നാഥനാണ്, ദേവന്മാരിൽ ദേവനാണ്. മഹാദേവൻ്റെ ദീക്ഷ സ്വീകരിച്ചതിന് ശേഷം സകല ജീവജാലങ്ങളെയും ഞാൻ തുല്യനായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഇനി അങ്ങനെ തന്നെ കാണാം. ജാതി മത ഭേദമന്യേ സർവരെയും ഞാൻ തുല്യരായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഒരു സഹായം ചെയ്യുമ്പോൾ പക്ഷം പിടിച്ചൊന്നും ചെയ്യാറുമില്ല. എല്ലാ പേർക്കും ദാരിദ്ര്യം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ
അത് തുല്യമായിട്ട് എല്ലാവരും ഒരുപോലെ അനുഭവിക്കുന്നതാണ്. അവരെ സഹായിക്കുക. അല്ലാതെ കയ്യിൽ 25,000 രൂപ വരെ മൊബൈലും വെച്ചിട്ട് സാറിന് ഫീസ് തരത്തില്ല എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് നോക്കണമെന്ന് പറഞ്ഞാൽ അതൊക്കെ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അതൊന്നും ഇവിടെ നടക്കത്തില്ല. അതൊക്കെ കറക്റ്റായിട്ട് ഞാൻ ജോലി ചെയ്യുന്നതിൻ്റെ ഫീസ്, ഞാൻ വാങ്ങുന്ന ഫീസിൽ നിന്ന്, ഞാൻ ഒരു മനുഷ്യൻ്റെ നിന്ന് 1 രൂപ വാങ്ങുന്നില്ല. ഞാൻ വാങ്ങുന്ന ഫീസ് അതിൽ നിന്നാണ് ഞാൻ ദാനം കൊടുക്കുന്നത്, അതിൽ നിന്നാണ് ഞാൻ സഹായിക്കുന്നത്. ആരെ കയ്യിൽ നിന്നും 1 രൂപ വാങ്ങിയല്ല, റോട്ടിൽ കിടക്കുന്ന തേങ്ങ എടുത്തല്ല ഗണപതിക്ക് അടിക്കണത്. എൻ്റെ കയ്യിലുള്ള പൈസ, എനിക്ക് കിട്ടുന്ന പൈസ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കണ പൈസ, അതെടുത്താണ് കൊടുക്കുന്നത്. അല്ലാതെ ഉള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് അതിൽ ആർക്കും ഒന്നും പറയാനും ഇല്ല. അതിനെക്കുറിച്ച് ആർക്ക് കണക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ കണക്ക് മഹാദേവന് കൊടുത്താൽ മതി. അതിൻ്റെ ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായും അത് നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയുടെ ശക്തി, അതാണ് ഓറ. ഒരു മനുഷ്യനുണ്ടാവുന്ന അവൻ്റെ ദാനധർമ്മ കർമ്മങ്ങളെ ബേസ് ചെയ്തായിരിക്കും അവന് ഓറ കിട്ടുന്നത്. അല്ലാതെ അമ്പലത്തിൽ പോയി കിടന്ന് പ്രാർത്ഥിച്ചുകൊണ്ടോ അങ്ങനെയൊന്നുമല്ല. അവൻ ചെയ്യുന്ന സത്കർമ്മങ്ങൾക്കനുസരിച്ചാണ് ദാനധർമ്മ കർമ്മം. എല്ലാ വേദഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുള്ളത് നിന്റെ കഷ്ടനഷ്ടത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കണമെങ്കിൽ നിനക്ക് ദാനധർമ്മ കർമ്മങ്ങൾ ചെയ്ത് കഷ്ടനഷ്ടത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കാൻ പറ്റും ഒരു പരിധി വരെ. വലിയ നെഗറ്റീവൊക്കെ ആണെങ്കിൽ അത് അവൻ്റെ ഗ്രഹനില നോക്കി അത് മനസ്സിലാക്കിയിട്ട് അതിനുള്ള പൂജാവിധികൾ നിർണയിച്ച് കലിയുഗത്തിന് അനുയോജ്യമായത് ചെയ്യണം. അല്ലാതെ റെഡിമെയ്ഡ് പൂജയൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഒരിക്കലും ഒരു റെഡിമെയ്ഡ് പൂജ ആരെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങളത് ചെയ്യരുത്. ഇപ്പം ഭഗവാന്റെ നമ്മൾ ദേവപ്രശ്നം വയ്ക്കുന്ന സമയത്ത് ഭഗവാന്റെ ഹിതം അനുസരിച്ചുള്ള പൂജാവിധികളാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ ഒരു വ്യക്തിയുടെ ഗ്രഹനില നോക്കിയിട്ട് അതിനനുസരിച്ച് പൂജാവിധികൾ നിർണ്ണയിച്ചുകൊണ്ട് കലിയുഗത്തിൻ്റെ രീതിയിലുള്ള പൂജാവിധി ചെയ്താലേ അതിന് ഫലം കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഫലം കിട്ടൂല. അല്ലാതെ കാണാൻ പഠിച്ച് വരുന്ന ഒരു റെഡിമെയ്ഡ് പൂജകൾ ചെയ്തുകൊണ്ട് നടക്കില്ല. അതുപോലെ എല്ലാ മതത്തിൻ്റെതും ഇപ്പം ഞാനാണെങ്കിൽ എല്ലാ മതത്തിൻ്റെ പരിഹാര കർമ്മങ്ങളും പറഞ്ഞു കൊടുക്കും. ബൈബിളിനെ കുറിച്ചാണെങ്കിൽ ക്രിസ്ത്യാനികളാണെങ്കിൽ ബൈബിളും ബൈബിളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുമാണ്, ഹിന്ദുക്കളാണെങ്കിൽ വേദങ്ങളും പൂജാവിധികളുമാണ് പറഞ്ഞു കൊടുക്കുന്നത്, മുസ്ലിങ്ങളാണെങ്കിൽ ഖുറാനിൽ പറഞ്ഞിട്ടുള്ള കിതാബിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആയത്തുകളും ഇതൊക്കെയാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. അതാണ് കലിക ജ്യോതിഷം എന്ന് ലോകത്ത് എവിടെ പോയാലും എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മളെ വിമർശിക്കുന്നവന്മാർ പോലും മനസ്സുകൊണ്ട് നമ്മൾ അംഗീകരിക്കും. പിന്നെ ഈ അവൻ്റെയൊക്കെ പ്രത്യയശാസ്ത്രം അനുസരിച്ച് അവനൊക്കെ അങ്ങനെ പറഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ട് അത് വിഷയമില്ല. ഇന്നാൾ ആരോ പറഞ്ഞ് യുക്തിവാദിയായ രവിചന്ദ്രനുമായിട്ട് സംവാദത്തിന് തയ്യാറാണ്. ഈ യുക്തിവാദിയായ രവിചന്ദ്രനല്ല, ഇനി യുക്തിവാദികളുടെ എത്ര വലിയ സനൽ ഇടമുറക്കുമായിട്ട് വരെ ഞാൻ തർക്കശാസ്ത്രത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അത് ഇവരെയൊക്കെ എത്രയോ മുമ്പേ ഉള്ള ആളാണ്, മനസ്സിലായില്ല. അതുകൊണ്ട് അതൊന്നും എനിക്ക് വിഷയമുള്ള കാര്യമല്ല. പിന്നെ ജയിച്ച ഈ രവിചന്ദ്രനൊക്കെ എങ്ങനെയാണ് നടത്താൻ, അവരുടെ കുറേ യുക്തിവാദികളുടെ അടുത്ത് കൊണ്ടിരുത്തി ഒരു ജ്യോതിഷനെ അവിടെ കൊണ്ടിട്ട് കളിയാക്കുക. അങ്ങനെയല്ല, ഓപ്പൺ മൈൻഡിൽ വരണം. യുക്തിവാദികളും അല്ല ഇവരും അല്ലാത്തത് എങ്കിൽ രണ്ടുപേരും തുല്യ ശക്തികളായിട്ടുള്ള സദസ്സിൽ മത്സരിക്കാൻ വരണം. അപ്പോഴേ ചെയ്യുള്ളൂ. അല്ലാതെ തരിയുടെ പരിപാടികളുമായിട്ടൊന്നും കലിയ ജ്യോതിഷൻ്റെ അടുത്ത് കാണിക്കാൻ ഉടായ്പൊന്നും കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവന്മാരൊന്നും വരിയില്ല. ഞാൻ 100% തയ്യാറാണ്. നിരീശ്വരവാദികൾ അറേഞ്ച് ചെയ്യും. രവിചന്ദ്രനല്ല, ഇനി ദേവേന്ദ്രൻ വന്നാലും കലിയ ജ്യോതിഷം അതിന് മറുപടി കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് അത് വിഷയമില്ല, അത് വിട്ടേരെ, അത് നിങ്ങളുടെ വ്യാമോഹം മാത്രമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ വീഡിയോ ഇടുന്നതിന് പ്രധാനമായിട്ട് 2 കാര്യങ്ങൾ. കലിയ ജ്യോതിഷം റിസർച്ച് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ഇപ്പം നമ്മൾ ഒരു 525 നാളുകൾ ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ എന്തോ സംഭവിക്കുന്നു. പോരാത്തതുകൊണ്ട് ശാസ്ത്രം എന്ത് പറയുന്നു അതിനനുസരിച്ച് ഇപ്പം ജ്യോതിഷം എന്തില്ല, അത് ഈ ഇന്ന നക്ഷത്രക്കാരെ കുറിച്ച് എന്താണ് പറയുന്നത്, അവരുടെ ഈ യുഗത്തിൽ അവർക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അങ്ങനെ റിസർച്ച് ചെയ്യുന്ന ഒരു സ്ഥാപനം. അങ്ങനെ റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം കാണാൻ സാധിച്ചു. ദയവ് ചെയ്ത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അത് ഒന്നാമത്തെ അത് കാര്യം വെളിപ്പെടുത്താൻ കാരണം സൂര്യദശയിൽ ജനിച്ച കാർത്തിക ഉത്രാടം ഇവർ ദയവ് ചെയ്ത് ശനി ദശയിൽ ജനിച്ച പൂയം അനിഴം ഉത്രട്ടാതി ഇവരെ ദൈവം ചെയ്ത് കല്യാണം ഇവർ തമ്മിൽ കഴിക്കരുത്. കഴിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ജീവിതം കോഞ്ഞാട്ടയായിരിക്കും. പരസ്പരം ശപിച്ച് മുന്നോട്ട് പോകേണ്ടതായിരിക്കും. ഒരു കാരണവശാലും ഇവരുടെ കടപ്പറ ബന്ധം ശരിയാവത്തില്ല. ഇത് റിസർച്ചിൻ്റെ കാര്യമാണ് ഞാൻ ഈ വെളിപ്പെടുത്തിയത്. ഇത് വളരെ ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ നടന്നവരെ കാര്യമല്ല, അത് നോക്കിയാൽ തന്നെ അറിയാം. കുറേ അത്രത്തോളം ഡൈവേഴ്സുകളും അതിനകത്ത് വരും. അപ്പോൾ ഇനി നടത്താൻ പോകുന്നവർക്ക് ഇത് വളരെ ശ്രദ്ധിക്കണം. അതായത് ഈ സൂര്യദശയിൽ ജനിച്ചവർ കുറച്ച് ഫാസ്റ്റായിട്ടുള്ള ആൾക്കാരാണ്. ശനി ദശയിൽ ജനിച്ചവർ കുറച്ച് സ്ലോ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഫാസ്റ്റ് സ്ലോവും തമ്മിൽ ഒരിക്കലും ശരിയാവില്ല. ഫാസ്റ്റിന് ഫാസ്റ്റ് തന്നെ കൊടുക്കണം, സ്ലോവിന് സ്ലോ തന്നെ കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് കലിയ ജ്യോതിഷത്തിൽ ഓരോന്നും ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ ഷാർപ്പായിരിക്കും. അതാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത്.
അതാണ് ജനങ്ങൾ കലിയ ജ്യോതിഷം ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് കലിയ ജ്യോതിഷന് ഇത്രത്തോളം ശത്രുക്കൾ. മറ്റുള്ളവന്മാരുടെ അടുത്ത് എന്നിട്ട് കലിയ ജ്യോതിഷനെ കുറിച്ച് പറയുമ്പോൾ അവന്മാർക്ക് വ്യാവളവും. അതുകൊണ്ടാണ് കലിയ ജ്യോതിഷന് ഇത്രയും ശത്രുക്കൾ വരാനും ഡയലോഗ് വിടാനും. ശത്രുക്കളൊക്കെ എന്നെ സംബന്ധിച്ചോളം വെറും പുല്ലാണ്. അത് വേറൊരു കാര്യം. മഹാദേവന് ശത്രുക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും, അതൊന്നും വലിയ വിഷയമില്ല. മഹാദേവൻ സംഹാരമൂർത്തിയാണ്. മഹാദേവനോട് കളിച്ചാൽ മഹാദേവൻ അതിനെ സംഹരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അതൊന്നും നോക്കാറില്ല. മഹാദേവൻ വൈരാഗ്യമാണ്. മഹാദേവൻ ഇങ്ങനെ ഓരോ അപവാദങ്ങൾ വരും, മഹാദേവന് ഓരോ ശത്രുക്കൾ വരും. പക്ഷെ നേരും നെറിയുടെയും ഭഗവാനാണ് മഹാദേവൻ. മഹാദേവൻ എപ്പോഴും പറയും കാര്യം എന്താണെന്ന് വെച്ചാൽ, കറുപ്പും ഞാനാണ്, വെളുപ്പും ഞാനാണ്, സർവ്വതും എന്നിൽ നിക്ഷിപ്തമാണ്. മഹാദേവൻ അങ്ങനെയാണ്. ദേവന്മാരിൽ ദേവനാണ്, ആദിയോഗിയാണ്. അതുകൊണ്ട് മഹാദേവനെ എല്ലാ പേരും അംഗീകരിച്ചാണ് പോകണം. മഹാദേവൻ ചണ്ടാളനാണ്. മഹാദേവന് ജാതിയില്ല, മതമില്ല, ഒന്നും തന്നെ ഇല്ല. അദ്ദേഹം ആദിയോഗിയാണ്, സർവരെയും തുല്യരായി കാണുന്നവനാണ്. അത് കൊണ്ടാണ് അതിൻ്റെ ഇത്. അപ്പം ഇത് വളരെ ശ്രദ്ധിക്കണം. നമ്മൾ റിസർച്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കണ്ടെത്തുന്ന അതാണ് ജ്യോതിഷത്തിൽ വരാഹമികം പറഞ്ഞിട്ടുള്ളത്. കാലഘട്ടത്തെയും മനുഷ്യ ജീവിതത്തെയും നിരീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ജ്യോതിഷ പ്രവചനം നടത്താവൂ. ജ്യോതിഷം പഠിക്കുന്നവന്മാർ ഇത് വായിച്ചിട്ടാണ് ജ്യോതിഷം പഠിക്കുന്നത്. അപ്പോൾ അത് വളരെ തെറ്റാണ് നിങ്ങളിപ്പം കാണാതെ പഠിച്ച് അവതരിപ്പിക്കുന്നത്. അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി ചെയ്യണം. അത് മനസ്സിലാക്കി ചെയ്തില്ലെങ്കിൽ അത് തെറ്റും. കലിയ ജ്യോതിഷൻ്റെ അടുത്ത് ഇത്രയും ഫീസ് തന്ന് വരാൻ കാര്യം എന്താണ്? അവിടെ കറക്റ്റായിട്ടുള്ള ഇതാണ് കിട്ടുന്നത്. എത്ര ധൈര്യം ഇല്ലാതെ അവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ അന്ധവിശ്വാസം കുത്തി നിറയ്ക്കുന്നില്ല. ഇത് കലിയുഗം പ്ലസ് ജ്യോതിഷം പ്ലസ് ശാസ്ത്രം. അതിനനുസരിച്ചാണ് കലിയുഗ ജ്യോതിഷ ശാസ്ത്രം. അപ്പം അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ലോകത്ത് ഒരാളേ ഉള്ളൂ കലിയ ജ്യോതിഷൻ. അതുകൊണ്ടാണ് കലിയ ജ്യോതിഷൻ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും വീഡിയോ ഇടുകയോ അങ്ങനെയുള്ള അസഭ്യമായിട്ട് സംസാരിക്കുകയോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ മാന്യമായിട്ട് വിമർശിക്കുക. അതിനോടൊക്കെ ഞാൻ യോജിക്കുക തന്നെ, അതിനൊന്നും ഒരു വിഷയമില്ല. മാന്യമല്ലാതെ വിമർശിച്ചാൽ ഇപ്പം BNS നിയമങ്ങളൊക്കെ ഉണ്ട്, വളരെ ശക്തമായ നിയമങ്ങളാണ്. വേറൊരാളിനെ ഒരു പേരില്ലാതാക്കുകയോ അപവാദം പറയുകയോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പുതിയ നിയമമാണ്. അത് അറിഞ്ഞൂടാത്തവന്മാരെടുത്ത് വെച്ച് കളിക്കരുത്. കളിച്ചാൽ അത് കലിപ്പായിട്ട് മാറും, പിന്നെ ഓടിയാൻ മുഴുക്കില്ല. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. വിമർശിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും വിമർശിക്കാം. വിമർശനം നല്ലത് തന്നെയാണ്. വിമർശിക്കും തോറും നമ്മൾ വളരെ ആരോഗ്യകരമായ വിമർശനമായിരിക്കണം. അതൊരു മര്യാദ പുലർത്തിക്കൊണ്ടായിരിക്കണം. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ കുറേ ചള്ളുകൾ വന്ന് ചറവറ ആരും കാണുന്നില്ല എന്ന് പറഞ്ഞ് എഴുതി വയ്ക്കും. അവസാനം അത് വല്ലവൻ്റെയും പ്രയാസങ്ങൾ, വല്ലവൻ്റെ മാനസിക രോഗികളൊക്കെ ഇങ്ങനെ ഓരോന്ന് എഴുതി വയ്ക്കുക. എൻ്റേത് മാത്രമല്ല കേട്ടോ, എൻ്റേത് മാത്രമല്ല. ഞാൻ മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കും, ഞാനതിനെ നേരിടും, അത് വിഷയമില്ല. ചില സാധു ആൾക്കാരുണ്ട്, ഇന്നാളാരോ വീഡിയോ നിർത്തി പോകാൻ പോകണമെന്നൊക്കെ പറഞ്ഞ് കമൻസ് എഴുതുന്നത് കാരണം. എന്തിനാ ഭയക്കുന്നത്? അങ്ങനെയൊന്നും വേണ്ട. ഇതിനെയൊക്കെ വെറും കീടങ്ങളും പഴുതാരകളുമായിട്ടൊക്കെ കളയുക. നിങ്ങൾ വളരണം. നിങ്ങളെ സഹായിക്കാൻ ആരും കാണില്ല. നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യണം. അതിൽ ഉറച്ച് നിൽക്കണം. അതാണ് നിങ്ങൾ ചെയ്യാനുള്ളത്. ഒന്നിൽ നിങ്ങൾ തളരരുത്. തളർന്നാൽ പിന്നെ ഒന്നിനും കൊള്ളൂല നിങ്ങളെ കൊണ്ട്. മനസ്സിലായില്ല? അത് കലിയ ജ്യോതിഷൻ്റെ അടുത്ത് പറഞ്ഞവർക്ക് അറിയാം. അതാണ് പൂച്ചയെ പോലെ വന്നാൽ പുലിയെ പോലെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും. നിങ്ങൾക്കെല്ലാവർക്കും ഇന്ന് 17-ാം രാവാണ്. മുസ്ലിം സഹോദരന്മാരെ സംബന്ധിച്ചോളം 17-ാം രാവാണ്. ഇന്ന് ഒരുപാട് പ്രത്യേകതയുള്ള ഒരു മാസമാണ്. ഞാൻ എല്ലാ മതത്തിൻ്റെതും പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് എല്ലാ മുസ്ലിം സഹോദരന്മാരുടെ വ്രതവും ശക്തമായിട്ട് മുന്നോട്ട് പോട്ടെ. ഹിന്ദു സഹോദരങ്ങൾ അവരുടെ രീതിക്ക് പോട്ടെ. ക്രിസ്ത്യൻ സഹോദരങ്ങളും സഹോദരിമാരും എല്ലാ പേരും നല്ലതായിട്ട് പോട്ടെ. എല്ലാം ലോഹ കലിക ജ്യോതിഷൻ്റെ നന്ദി, നമസ്കാരം, പ്രണാമം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഃ. ലോഹ സമസ്ത സുഖിനോ ഭവന്തു. ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ. എൻ്റെ പൊന്നിൻ മഹാദേവ.